സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ വലിയ ആഘോഷമാണ്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് BJP പ്രവർത്തകർ. അവിടേക്കാണ് ജോർജ് കുര്യൻ എന്ന പേരുകൂടി ഇപ്പോൾ കടന്നു വരുന്നത്. സംസ്ഥാനത്ത് ഉടനീളം ആദ്യമായിട്ടല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിമാരുണ്ടാകുന്നത്. ഇതിനു മുമ്പ് AB വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലടക്കം O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ചെത്തിയ PC തോമസ് മന്ത്രിയായ സാഹചര്യമുണ്ട്. അൽഫോൺസ് കണ്ണന്താനം മന്ത്രി പദവിയിൽ ഇരുന്നതാണ്. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മന്ത്രിയായ പശ്ചാത്തലമുണ്ട്. ഡാനി, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണ. കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തയച്ച ഒരു വ്യക്തി മന്ത്രിയാകുന്നു. അത് PC തോമസിനെ നമുക്ക് സാങ്കേതികമായി ഇപ്പോൾ BJP എന്നോ അല്ലെങ്കിൽ NDA എന്നൊന്നും അന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആവേശത്തിലാണ് കേരളത്തിലെ BJP പ്രവർത്തകർ? ഡാനി, ഇപ്പോൾ എവിടെയാണുള്ളത്? അഭിലാഷ, തൃശ്ശൂർ പൂങ്കുന്നത്താണ് ഉള്ളത്. എനിക്ക് പിറകിൽ കാണുന്നത് വലിയ ആഹ്ലാദാരവങ്ങളോടെ കടന്നുവരുന്ന BJP പ്രവർത്തകരാണ്. നാസിക് ഡോളും അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളും എല്ലാം വിതരണം ചെയ്തുകൊണ്ട് ഈ വഴി കടന്നുവരുന്ന BJP പ്രവർത്തകരാണ്. കുടുംബങ്ങളൊന്നായി തന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതാ പൂങ്കുന്നത്തിൽ നിന്ന് ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്നായി BJP പ്രവർത്തകർ ഇതിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആധികാരികമായ വലിയ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ അതിനു വേണ്ടി തന്നെ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഏകീകരിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിജയത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ വലിയ സന്തോഷം എല്ലാവരിലും തന്നെ പ്രകടമാണ്. അതുതന്നെയാണ് എവിടെയും ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നതുകൂടി ഇപ്പോൾ ഇവരുടെ വലിയ ഘോഷയാത്ര കടന്നു പോവുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എല്ലാവരും തന്നെയും ഈ ആഘോഷങ്ങളിൽ വലിയ ഈ യാത്രകളിലെല്ലാം തന്നെ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. വലിയ ഇന്ന് വൈകുന്നേരം വരെ സത്യപ്രതിജ്ഞ നടക്കുന്നവരെയും ഈ ആഘോഷങ്ങൾ